നമ്മൾ ജൂഹി കി കലി കവിതയിലേക്ക് പോവാണ്. സൂര്യകാന്ത് ത്രിപാഠി നിരാലയുടെ കവിതയാണ് ജൂഹി കി കലി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഛായാവാദി കവിതയാണ്. പ്രകൃതി വർണ്ണന, പ്രണയം, ഇതൊക്കെയാണ് കവിതയുടെ തീം എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതിയുടെ രണ്ട് കാര്യങ്ങൾ, അതായത് ഒന്ന് ഒരു ജൂഹി കി കലി, അതായത് ഒരു ജാസ്മിൻ ഫ്ലവർ. അപ്പോൾ ഒരു മുല്ലപ്പൂവിനെയും അതുപോലെ തന്നെ കാറ്റിനെയും കാമുകന്മാരായി അവതരിപ്പിച്ചുകൊണ്ട്, അപ്പോൾ അവരെ രണ്ടുപേരെയും ലവേഴ്സായി അവതരിപ്പിച്ചുകൊണ്ട് പ്രണയത്തിൻ്റെ ഉദാത്ത ഭാവം നമ്മുടെ മുന്നിലേക്ക് അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിലെ കഥാപാത്രങ്ങൾ ഒരു ജൂഹി പൂവും അതുപോലെ തന്നെ ഒരു കാറ്റുമാണെന്നൊക്കെ നമ്മൾ മറന്നു പോകും. നമ്മൾ കവിത വായിച്ച് അങ്ങനെ പോകുമ്പോൾ ഒരു പുരുഷനെയും സ്ത്രീയെയും മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതാണ് കവിയുടെ വിജയം എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു മുല്ലപ്പൂവിനെയാണ് അല്ലെങ്കിൽ ഒരു പൂമൊട്ടിനെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കാറ്റിനെയാണ് നായകനായി പറയുന്നത്, നായികയായിട്ടൊരു പൂമൊട്ടിനെയാണ് പറയുന്നത് എന്നൊക്കെ നമ്മൾ മറന്നിട്ട് ഒരു പുരുഷനും സ്ത്രീയും അവരുടെ വിശുദ്ധമായ പ്രണയവും അത് മാത്രം കാണുന്നൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് കവി. അപ്പോൾ ഇവിടെ ജൂഹി കി കലി അല്ലെങ്കിൽ ആ ഒരു പൂവിനെ അല്ലെങ്കിൽ പൂമൊട്ടിനെ ഒരു നായികയായിട്ട് ഉപമിച്ചുകൊണ്ട് മലയ പർവ്വത് സെ ആനെ വാലി ഹവാക്കോ, അതായത് മലയ പർവ്വതത്തിൽ നിന്ന് വരുന്ന കാറ്റിനെ നായകനായിട്ട്. അപ്പോൾ ആ പൂവിനെ വന്ന് കാറ്റ് തലോടി പോകുന്നു, ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ ഒരു കാറ്റടിക്കുമ്പോൾ ഒരു പൂവ് ഇങ്ങനെ ആ കാറ്റിൻ്റെ താളത്തിനൊത്ത് ആടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രയും ഒരു ചെറിയ കാര്യത്തെ അതിമനോഹരമായൊരു കവിതയായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പ്രകൃതിയിൽ കണ്ട വളരെ നൈമിഷികമായൊരു കാഴ്ച, അതായത് കാറ്റിനൊപ്പം ഒരു പൂവ് ഇങ്ങനെ ആടുകയാണ്. കാറ്റടിക്കുമ്പോൾ ആ വള്ളി പടർപ്പിനൊപ്പം പൂവ് ഇങ്ങനെ ആടുന്നു. അപ്പോൾ ആ ഒരു ദൃശ്യത്തെയാണ് അദ്ദേഹം, അത് അവർ തമ്മിലുള്ള പ്രണയമാണെന്നും അതിനെ അദ്ദേഹം ഏതൊക്കെ തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് ഈ കവിതയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു പ്രണയം, ആ മുല്ലപ്പൂവും കാറ്റും തമ്മിലുള്ള പ്രണയം എന്താണ്, എങ്ങനെയാണെന്നാണ് കവി നമുക്ക് പറഞ്ഞു തരുന്നത്. നോക്കാം. വിജന് വന വല്ലരി പർ सोती थी सुहाग भरी, स्नेह स्वप्न मग्न अमल कोमल तनु तरुणी जूही की कली, दृग बंद किए शिथिल पत्रांग में वासंती निशा थी, विरह विधुर प्रिया संग छोड़ किसी दूर देश में था पवन जिसे कहते हैं മലയാനിൽ. ഇത്രയും വരികൾ നോക്കാം. അപ്പോൾ വിജന വന വല്ലരി പർ, വിജനമായത് എന്ന് പറഞ്ഞാൽ ആളനക്കങ്ങളൊന്നുമില്ലാത്ത ഏകാന്തമായ ജനവിഹീനമായ ഒരു സ്ഥലം. അവിടെ വല്ലരീപ്പർ, അവിടെ ഒരു വള്ളിയിൽ, ലത എന്ന് പറയും വനവല്ലരി, അങ്ങനെ ഒരു വനത്തിലുള്ള ഒരു വള്ളിയിൽ, ആൾക്കാരാരുമില്ലാതെ വളരെ വിജനമായ ഒരു വനം. ആ വനത്തിലെ ഒരു വല്ലരി, ഒരു വള്ളിയിൽ, ഒരു ലത, വല്ലരി എന്ന് പറഞ്ഞാൽ ലതയാണ്, വള്ളി, ഒരു വള്ളിയിൽ, ഒരു മുല്ലവള്ളിയിൽ സോതി ധി, അവൾ ഉറങ്ങുകയായിരുന്നു. ആരാണ്? നമ്മുടെ നായികയായ ആ മുല്ലപ്പൂവ്. അപ്പോൾ സോതി ധി സുഹാഗ് ഭരി ഹെ, സുഹാഗ് എന്ന് പറഞ്ഞാൽ വിവാഹിതകളായ സ്ത്രീകളെയാണ് സുഹാഗിൻ എന്ന് പറയുന്നത്. അപ്പോൾ വിവാഹിതയായ ആ സ്ത്രീ, ഇവിടെ ആ വിവാഹിതയായ സ്ത്രീ ആരാണ്? നമ്മുടെ മുല്ലപ്പൂവിനെയാണ്. അപ്പോൾ അവൾക്കൊരു പ്രിയതമനുണ്ട് എന്നാണ് പറഞ്ഞു തരുന്നത്. സുഹാഗ് ഭരി ഹെ സ്നേഹ് സ്വപ്ന മഗ്ന, ആ വിവാഹിതയായ പെൺകുട്ടി വളരെ ആഴത്തിലുള്ള ഉറക്കത്തിലാണ്. സ്നേഹ സ്വപ്ന മഗ്ന, സ്വപ്നമേ മഗ്ന ഹെ, സ്നേഹ സ്വപ്നം എന്ന് പറഞ്ഞാൽ വളരെ സുഖകരമായ, വളരെ മൃദുലമായ, അതിമനോഹരമായ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടങ്ങനെ മയങ്ങിക്കിടക്കുകയാണ് ആ പെൺകുട്ടി. ഇവിടെ ആ പെൺകുട്ടിയായിട്ട് പറഞ്ഞേക്കുന്ന ആരെയാണ്? ആ മുല്ലപ്പൂവിനെയാണ്. അപ്പോൾ എന്തൊക്കെയോ സ്വപ്നം കണ്ട് ആ മുല്ലവള്ളിയിൽ അങ്ങനെ അവൾ ഉറങ്ങുകയാണ്. और അമൽ കോമൽ തനു തരുണി ഹെ, അമലമായതാണ്, വളരെ പവിത്രമായതാണ്. കോമൽ ഹെ പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയതാണ്. ഉസ്കി തനു, അവളുടെ ശരീരം എങ്ങനെയുള്ളതാണ്? അമൽ ഹെ ഓർ കോമൽ ഹെ, വളരെ സോഫ്റ്റ്നെസ് ഉള്ള പവിത്രമായ ശരീരമുള്ളവളാണ് അവൾ. ഓർ തരുണി ഹെ, തരുണി എന്ന് പറഞ്ഞാൽ യൗവനഗ്രസ്ത ഹെ, അവൾ വളരെ യങ്ങാണ്. ജൂഹി കി കലി, എന്താണ് അവളുടെ പേര്? ജൂഹി കി കലി എന്നാണ് അവളുടെ പേര്, ഒരു മുല്ലമുട്ട്. അതാണ് നമ്മളിവിടെ നായികയായിട്ട് കാണുന്നത്. അവളുടെ ശരീര രൂപ വർണ്ണനയാണ് പറഞ്ഞിരിക്കുന്നത്. അമൽ, കോമൽ ഓർ തനുവാലി ഹെ, തനു എന്ന് പറഞ്ഞാൽ ശരീരം. അപ്പോൾ വളരെ സോഫ്റ്റായ, വളരെ പവിത്രമായ ശരീരമുള്ളവളാണ്, യൗവനഗ്രസ്തയാണ് അവൾ. എങ്ങനെയാണ് അവൾ ഉറങ്ങുന്നത്? ദൃഗ് ബന്ദ് കിയേ, ദൃഗ് എന്ന് പറഞ്ഞാൽ കണ്ണുകൾ, ബന്ദ് കിയേ ഹുയേ ഹെ, കണ്ണുകൾ അങ്ങനെ അടച്ചു പിടിച്ചിരിക്കുകയാണ്.
ശിഥിൽ പത്രാങ്കുമേ, ശിഥിലം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഉറച്ചതല്ലാത്ത ഒരു വള്ളിയിലാവുമ്പോൾ അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുമല്ലോ, അതാണ്. അപ്പോൾ വളരെ നേർത്ത ആ ഒരു പത്രക്കെ അങ്കുമേ, പത്രം എന്ന് പറഞ്ഞാൽ ഇല, വളരെ നേർത്ത ഒരു ഇലയുടെ അങ്കം എന്ന് പറഞ്ഞാൽ മടിത്തട്ടാണ്. അപ്പോൾ ഒരു ഇലയുടെ മടിത്തട്ടിൽ അവൾ അങ്ങനെ ഉറങ്ങുകയാണ്. അപ്പോൾ ആ മുല്ലവള്ളിയിലെ ഒരു ഇലയുടെ അങ്ക് മടിത്തട്ടിൽ അവൾ ഇങ്ങനെ ഉറങ്ങുകയാണ്. ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. വാസന്തി നിഷാധി, വസന്തകാലത്തിലെ ഒരു രാത്രിയാണത്. പറഞ്ഞാൽ പൂക്കളെല്ലാം ശരിക്ക് പൂത്തുലഞ്ഞ് നിൽക്കുന്ന, എല്ലാ ചെടികളും പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുപോലൊരു ടൈം കൂടിയാണത്. വാസന്തി നിഷാധി, വസന്തകാലത്തിലെ ഒരു രാത്രിയാണ്. വാസന്തി നിഷാധി, വസന്തകാലത്തിലെ ഒരു രാത്രിയാണ്. വിരഹ് വിധുര് പ്രിയാസംഗ് छोड़, विरह से विधुर होकर, प्रिया संग छोड़कर, अपनी प्रिया की संगति को छोड़कर, അതായത് തൻ്റെ പ്രിയതമയായ ഈ മുല്ലപ്പൂവിനെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ മുല്ലപ്പൂവിനെ വിട്ട്, കിസി ദൂരദേശമേ ധാ പവൻ, അവളുടെ പ്രിയതമനായ അല്ലെങ്കിൽ അവളുടെ നായകനായ പവൻ, കാറ്റ് എവിടെയാണ്? കിസി ദൂരദേശമേ ഹെ, ഏതോ ദൂരദേശത്താണ് ഇപ്പോൾ ഉള്ളത്. എന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ കാറ്റില്ല എന്നാണ്. ഇപ്പോൾ അവൾ നിൽക്കുന്നിടത്ത് കാറ്റില്ല, മറ്റെവിടെയോ ആണ് കാറ്റ് വീശുന്നത് എന്നാണ് അവിടെ പറയുന്നതിൻ്റെ ഒരു സാരം. അപ്പോൾ അവളുടെ നായകൻ അവൾക്കൊപ്പം ഇല്ല. പവനാണ് അവളുടെ നായകൻ, കാറ്റാണ് അവളുടെ നായകൻ. ആ നായകൻ ഇപ്പോൾ അവളുടെ ഒപ്പം ഇല്ല. അതുകൊണ്ട് തന്നെ അവൾ ഏതവസ്ഥയിലാണ്? വിരഹാവസ്ഥയിലാണ്. അവനും വിരഹാവസ്ഥയിലാണ്. എന്ന് വെച്ചാൽ ഈ മുല്ലപ്പൂവിനെ പിരിഞ്ഞ് നിൽക്കുകയാണ്. അതാണല്ലോ വിരഹം എന്ന് പറയുന്നത്. നായകനും നായികയും പിരിഞ്ഞിരിക്കുന്ന ആ ഒരു അവസ്ഥ. അപ്പോൾ വിധുര് ഹേ എന്ന് പറഞ്ഞാൽ തൻ്റെ പ്രിയതമയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് അവൻ. പ്രിയാ സംഗ് ചോടുക്കർ, തൻ്റെ പ്രിയതമയുടെ സംഗ് എന്ന് പറഞ്ഞാൽ അവളുടെ സാമീപ്യം ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അവനുള്ളത് എന്ന് പറഞ്ഞാൽ അവിടെയാണ്. കിസി ദൂരദേശമേ, അവൻ മറ്റേതോ ദൂരദേശത്ത് പോയേക്കാണ്. അവളുടെ നായകനായ പവൻ. ജിസെ കഹത്തെ ഹേ മലയാനിൽ, അവളുടെ നായകനെ നമ്മൾ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? മലയാനിൽ എന്നാണ് നമ്മൾ അവനെ അറിയപ്പെടുന്നത്. ഉസേ ഹം മലയാനിൽ കഹത്തെ ഹേ. അപ്പോൾ ഓ കിസി ദൂരദേശമേ ഹേ. അപ്പോൾ ഇവിടെ ആ മുല്ലപ്പൂവിൻ്റെ നായകനായിട്ട് പറയുന്നത് ആരെയാണ്? അവളുടെ നായകനായിട്ട് പറയുന്നത് ഒരു എന്താണ്, പവൻ കോ ഹെ, കാറ്റിനെയാണ് നായകനായിട്ട് പറയുന്നത്. അപ്പോൾ വഹ ഉസ്കെ പാസ് നഹി ഹെ, കാറ്റിപ്പോൾ അവൾക്കൊപ്പമില്ല, ഏതോ ദൂരദേശത്താണ്, മറ്റേതോ നാട്ടിലാണ്. ഉസേ ഹം മലയാനിൽ കഹത്തെ ഹെ. ആയി യാദ് ബിछुड़न से मिलन की वह मधुर बात, आई याद चांदनी की धुली हुई आधी रात, आई याद कांता की कमनीय गात, फिर क्या पवन उपवन सर सरित गहन गिरि कानन, कुंज लता पुंजों को पार कर पहुँचा जहाँ मुसने की केली कली खिली साथ. ആയി യാദ് ബിछुड़न से मिलन की वह मधुर बात. അപ്പോൾ തൻ്റെ പ്രിയതമയെ പിരിഞ്ഞു നിൽക്കുന്ന അവന്, അതായത് നായകനായ കാറ്റിന്, യാദായി, ഓർമ്മ വന്നു. ബിछुड़न से, ആ ബിछുടന എന്ന് പറഞ്ഞാൽ സെപ്പറേഷനാണ്. അപ്പോൾ ആ സെപ്പറേഷന് മുൻപുള്ള അവരുടെ ആ മിലൻ, അവരുടെ ആ കൂടിച്ചേരലിൻ്റെ ആ സമയത്തെ ആ ഒരു മധുരതരമായ കാര്യങ്ങൾ അവന് ഓർമ്മ വന്നു. അപ്പോൾ തൻ്റെ നായികയ്ക്കൊത്ത് അവൻ സ്പെൻഡ് ചെയ്ത ആ വളരെ സ്പെഷ്യലായ അവൻ്റെ ആ നിമിഷങ്ങൾ അവൻ അപ്പോൾ ഓർത്തെടുക്കുകയാണ്. കാറ്റ് മറ്റൊരു നാട്ടിൽ നിന്ന് തൻ്റെ നായികയെക്കുറിച്ച് അവൻ ഓർത്തെടുക്കുകയാണ്. അപ്പോൾ ആ മധുരതരമായ ഓർമ്മകൾ അവനിലേക്ക് വന്നപ്പോൾ, ആയി യാദ് ചാന്ദിനിക്ക് ധുലി ഹുയി ആധിരാത്, ആധിരാത്ത് എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രി, അർദ്ധരാത്രിയിൽ ചാന്ദിനിക്ക് ധുലി ഹുയി എന്ന് പറഞ്ഞാൽ നിലാവത്തെ, ചാന്ദിനി എന്ന് പറഞ്ഞാൽ നിലാവാണ്. അപ്പോൾ നല്ല നിലാവിൽ കുളിച്ച ആ അർദ്ധരാത്രി, ആ രാത്രി അവന് ഓർമ്മ വന്നു. പ്രണയാതുരമായ അവരൊരുമിച്ചുണ്ടായിരുന്ന ആ രാത്രി അവന് ഓർമ്മ വന്നു. പഴയ കാര്യം അവന് ഓർമ്മ വന്നു. അപ്പോൾ ഇപ്പോൾ രണ്ടുപേരും രണ്ട് നാട്ടിലാണുള്ളത്, രണ്ടിടങ്ങളിലാണുള്ളത്. അപ്പോൾ മറ്റൊരു നാട്ടിൽ നിന്ന് തൻ്റെ ആ നായകന്, അതായത് പവന്, തൻ്റെ നായികയെക്കുറിച്ചുള്ള പഴയ ഓർമ്മകൾ വരികയാണ്. എന്നിട്ട് ആയി യാദ് കാന്താക്കി കമനീയ ഗാത്ത്, തൻ്റെ കാന്തയുടെ, കാന്ത എന്ന് പറഞ്ഞാൽ തൻ്റെ സ്ത്രീയുടെ അല്ലെങ്കിൽ തൻ്റെ നായിക, തൻ്റെ ഭാര്യ, അതൊക്കെയാണ് ഈ കാന്ത എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ തൻ്റെ പ്രിയതമയുടെ കമനീയമായ അല്ലെങ്കിൽ അതിമനോഹരമായ ഗാത്ത്, അവളുടെ ആ ശരീരം, ഗാത്ത് എന്ന് പറഞ്ഞാൽ ശരീരമാണ്, അവളുടെ അതിമനോഹരമായ ആ ശരീരം, അത് അവന് ഓർമ്മ വന്നു. അപ്പോൾ പഴയ മെമ്മറി, അപ്പോൾ അവരുടെ ആ ഒരു റൊമാൻസിൻ്റെ പഴയ ഓർമ്മകൾ അവനിലേക്ക് വന്നപ്പോൾ അവന് ഇപ്പോൾ മറ്റൊരു നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ
തൻ്റെ നായികയെക്കുറിച്ചുള്ള ആ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഓർമ്മകൾ വന്ന സമയത്ത് അവന് പിന്നെ അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. എത്രയും പെട്ടെന്ന് അവളുടെ അടുത്ത് ഓടിയെത്തണം എന്നൊരു ചിന്തയാണ് പിന്നെ കാറ്റിന്, അതായത് പവന് ഉണ്ടാകുന്നത്. പിന്നെ എന്താ സംഭവിച്ചത് ഫിർക്യ? പിന്നെ എന്താണ് അവിടെ ഉണ്ടായത്? പവൻ എന്താണ് ചെയ്തത് നോക്കൂ. उपवन सर सरित गहन गिरि कानन കുഞ്ചലതാ കുഞ്ചോങ്കോ പാർക്കർ പഹുഞ്ച. അവൻ പിന്നെ എന്താ ചെയ്തത്? ആ നിന്ന ഇടത്ത് നിന്ന് അവൻ പിന്നെ ഓടി അവളുടെ അടുത്തേക്ക് വരികയായിരുന്നു. അപ്പോൾ വരുന്ന വഴിയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? പലതും താണ്ടിയാണ് അവളുടെ അടുത്തേക്ക് എത്തുന്നത്. ഒരുപാട് ഉപവനങ്ങളെ, വലിയ വലിയ കാടുകളെ, ഉദ്യാനങ്ങളെ അവന് പാർക്കറിനാപ്പെടാ അതെല്ലാം കവച്ചു വെച്ച്. പൂന്തോട്ടങ്ങൾ, സരിത, നദികൾ, കടലുകൾ. സരിത എന്ന് പറയുന്നത് നദികളെയാണ്. ഗഹന ഗിരി കാനൻ, ഗഹനം എന്ന് പറഞ്ഞാൽ വളരെ ഭീകരങ്ങളായ ഗിരി കാനനങ്ങൾ, കാനനം കാട്, ഗിരി പർവ്വതങ്ങൾ. അപ്പോൾ വലിയ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത അത്രയും വളരെ ഡീപ്പായ വനങ്ങൾ ഭേദിച്ച്, പർവ്വതങ്ങളെ ഭേദിച്ച്, കുഞ്ചുലതാ പുഞ്ചോങ്കോ പാർക്കർ. കുഞ്ചുലതാ പുഞ്ച് എന്ന് പറഞ്ഞാൽ ഇലകളും അതുപോലെ വള്ളിപ്പടർപ്പുകളും ഒക്കെ നിറഞ്ഞ ഇടങ്ങളാണ്. കുഞ്ചുലതാ പുഞ്ച് എന്ന് പറഞ്ഞാൽ ഒരുപാട് വള്ളികളും ഇലകളും ഒക്കെ ചേർന്ന ഇടങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഇടങ്ങളെയൊക്കെ പാർക്കർക്ക്, അതിനെയൊക്കെ ക്രോസ് ചെയ്ത് അതെല്ലാം കടന്ന് അവളുടെ അടുത്തേക്ക് അവൻ ഓടുകയാണ്. പഹുഞ്ച, അവൻ ഓടി വന്നു. എവിടെയാണ്? ജഹാ മുസ്നെ കി കേളി കലി ഖിലി സാത്ത്. എവിടെയാണ് ഓടി വന്നത്? അവൾക്കൊപ്പം അവൻ റൊമാൻസിലേർപ്പെട്ട ആ ഒരു ഇടം, അവൾക്കൊപ്പം കേളി കി ഥി ജഹാം, അവൾക്കൊപ്പം പ്രണയലീലകൾ പങ്കുവെച്ച ആ ഇടത്തേക്ക്, അതായത് ജുഹി കലിയുമായി പവൻ്റെ സമാഗമം നടന്ന ആ ഇടത്തേക്ക് അവൻ ഓടി വരികയാണ്. അപ്പോൾ വഴിയിലുള്ള എല്ലാ തടസ്സങ്ങളെയും, എന്തൊക്കെയാണ് തടസ്സങ്ങൾ? ഉപവൻ ഹേ, സര് ഹേ, സരിത ഹേ. സരിത എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അരുവികൾ, നദികളൊക്കെയാണ് സരിത. പിന്നെ അതുപോലെ ഗഹനങ്ങളായ എന്ന് പറഞ്ഞാൽ അഗാധങ്ങളായ ഗിരികാനനങ്ങൾ, പർവ്വതങ്ങളും കാടുകളും. കാനനം കാട്, ഗിരി പർവ്വതങ്ങളെയാണ്. അപ്പോൾ അങ്ങനെ എല്ലാം ക്രോസ് ചെയ്ത് കുന്നുകളും മലകളും ഒക്കെ ക്രോസ് ചെയ്ത്, മലകളെയും കുന്നുകളെയും പർവ്വതങ്ങളെയും ഒക്കെ ക്രോസ് ചെയ്ത്, നദികളെ സമുദ്രങ്ങളെ ഒക്കെ ക്രോസ് ചെയ്ത്, വലിയ വലിയ വള്ളിപ്പടർപ്പുകളുള്ള ഉദ്യാനങ്ങളെയൊക്കെ ക്രോസ് ചെയ്ത് അവൻ അവളുടെ അടുത്തേക്ക് ഓടി വന്നു. അവരൊരുമിച്ച് സ്പെൻഡ് ചെയ്ത ആ നിമിഷങ്ങൾ, മനോഹരമായ നിമിഷങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത ആ സ്ഥലത്തേക്ക് അവൻ ഓടി വരികയാണ്. ജഹാ മുസ്നെ കലി കെ സാത്ത്, ഖിലി കലി കെ സാത്ത്, വിടർന്ന ആ പൂവുമായി അവൻ എവിടെയാണോ പ്രണയലീലകളിൽ ഏർപ്പെട്ടിരുന്നത് അവിടേക്ക് ഓടി വരികയാണ്. അപ്പോൾ നമ്മളിവിടെയൊക്കെ കാണുന്നത് എന്താണ്? വാസ്തവത്തിൽ ഒരു കാറ്റ് വീശാൻ ഒരുങ്ങുന്നു, ഒരു മുല്ലപ്പൂവിൻ്റെ മേൽക്ക് കാറ്റ് വീശാൻ ഒരുങ്ങുന്നു. ഇതാണ് നമ്മൾ വാസ്തവത്തിൽ കാണുന്നത്. പക്ഷേ അതിനെ നമ്മളെ ഇമാജിനേഷൻ്റെ ഏതൊക്കെ തലങ്ങളിലേക്ക് കവി കൊണ്ടുപോകുന്നു, പ്രകൃതി സൗന്ദര്യത്തിൻ്റെ എത്ര മനോഹരമായ ഇടങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളവിടെ കാണുന്നത്. പ്രണയവും സൗന്ദര്യ വർണ്ണനയും ഒക്കെയാണ് ഛായാവാദി കവിതയുടെ വിശേഷത എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെ വളരെ എന്താണ് ഒരു ഇമാജിനേഷൻ്റെ ലോകത്തേക്ക് കൊണ്ടുപോകാൻ കവിക്കിവിടെ സാധിക്കുന്നുണ്ട്. सोती थी जाने कहो कैसे प्रिय आगमन वह, नायक ने छूमे कपोल ഡോൽ ഉഠി വല്ലരി കി ലടി ജैसे ഹിൻഡോൽ. അപ്പോൾ നായകൻ വന്ന സമയത്ത് നായിക എന്ത് ചെയ്യാൻ? ഓ സോത്തി ഥി, അവനെയും സ്വപ്നം കണ്ട് അവൾ അങ്ങനെ ഉറങ്ങുകയായിരുന്നു. ഓ സോത്തി ഥി, അവൾ ഉറങ്ങുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഓ കേസെ ജാനെ അപ്നി പ്രിയ ആഗമൻ കോ, തൻ്റെ പ്രിയതമൻ്റെ ആഗമനം, തൻ്റെ പ്രിയതമൻ വന്നത് അവൾ എങ്ങനെ അറിയാനാണ്? കാരണം അവൾ മധുര സ്വപ്നങ്ങളിൽ മയങ്ങി ഉറങ്ങുകയായിരുന്നില്ലേ. അപ്പോൾ പവൻ അവിടെ അടുത്ത് വന്നത് അവൾ അറിഞ്ഞിട്ടേയില്ല. ക്യോങ്കി വോ സോത്തി ഥി സ്വപ്നമേ മഗ്ന ഹോക്കർ. അവൻ വന്നിട്ട് എന്താണ് ചെയ്തത്? നായകനെ ചൂമേ കപോൽ, നായകനെ ക്യാ കിയ, പവനെ ക്യാ കിയ, ഉസ്കെ പാസ് ആക്കർ ഉസ്കെ കപോലുക്കോ ചൂമിലിയ. അവൻ അവളുടെ അടുത്ത് വന്നു. അടുത്ത് വന്നിട്ട് എന്ത് ചെയ്തു? അവളുടെ കവിൾത്തടങ്ങളിൽ ഉമ്മ വെച്ചു. കപോലുക്കോ, കപോൽ എന്ന് പറഞ്ഞാൽ കവിൾത്തടമാണ്. അവളുടെ കവിൾത്തടങ്ങളിൽ അവൻ ചൂമേ, ഉമ്മ വെച്ചു. അപ്പോൾ എന്ന് വെച്ചാൽ കാറ്റ് വീശി, അവളുടെ മേലെ കാറ്റ് വീശി. അപ്പോൾ ഒരു പൂവിൽ കാറ്റ് വീശുമ്പോൾ എന്താ സംഭവിക്കുക? മുല്ലവള്ളിയിൽ കാറ്റ് വീശുമ്പോൾ അതൊന്ന് ഇളകുമല്ലോ, വള്ളി ആടും. അപ്പോൾ അതാണ് അടുത്ത വരി. ഡോൽ ഉഠി വല്ലരി കി ലടി ജैसे ഹിൻഡോൽ. അപ്പോൾ ആ ഒരു വല്ലരി അല്ലെങ്കിൽ ആ ഒരു വള്ളി, മുല്ലവള്ളി എന്ത് ചെയ്തു? ഹിൻഡോലൊക്കെ സമാൻ. ഹിൻഡോൽ എന്ന് പറഞ്ഞാൽ ഊഞ്ഞാല, ഒരു ഊഞ്ഞാല പോലെ ഡോൽ ഉഠി, ഡോൽന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇളകി ആടുക. അപ്പോൾ ആ വള്ളി, ആ മുല്ലപ്പൂ ഉണ്ടായിരുന്ന ആ വള്ളി അതിങ്ങനെ കാറ്റടിച്ചപ്പോൾ ഇളകി ആടി. ഇസ്പർ ഭി ജാഗി നഹി, എന്നിട്ടും ആ പൂ ഉണർന്നില്ല. ഇസ്പർ ഭി വഹ്
ജാഗി നഹീം, അപ്പോഴും അവൾ ഉണർന്നില്ല. ചൂക്ക് ക്ഷമാ മാങ്കി നഹീം, ഇപ്പം നായകൻ അടുത്ത് വന്നിട്ട് അത്ര നേരമായും അവൾ അറിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവൻ വന്നപ്പോൾ അവൻ്റെ വരവ് അറിയാതെ ഉറങ്ങിപ്പോയതിന് അവൾ ക്ഷമ ചോദിച്ചുമില്ല. അതായത് അവൻ വന്നടുത്ത് നിന്നിട്ടും കുറച്ചു നേരമായിട്ടും അത് തിരിച്ചറിയാതെ പോയതിന് അവൾ ക്ഷമാഭി നഹീം മാങ്കി, ഒരു ക്ഷമ ചൂക്ക് എന്ന് പറഞ്ഞാൽ പോലും ഒബി നഹീം കിയാന്നാണ്. അപ്പോൾ അതുപോലും അവൾ ചെയ്തില്ല, ഒരു ക്ഷമ ചോദിച്ചില്ല, അവൾ ഉണർന്നില്ല. ക്യോങ്കി നിദ്രാലസ്മേ ഹെ, അവൾ നിദ്രാക്കി ആലസ്മേ ഹെ, ഉറക്കത്തിൻ്റെ ആലസ്യത്തിലാണവൾ. ഭംഗിമ് വിശാല് നേത്ര മുന്തിരഹി, അവളുടെ നേത്രങ്ങൾ എങ്ങനെയുള്ളതാണ്? ഭംഗിം ഹെ, ഭംഗിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞ, ഭംഗിം എന്ന് പറഞ്ഞാൽ ഡേഠ, വളഞ്ഞ അവളുടെ വിശാലമായ നേത്രം. അപ്പോൾ വളരെ അതിമനോഹരമായ അവളുടെ ആ ഒരു നേത്രങ്ങൾ, അവളുടെ ആ കണ്ണുകൾ. ഓ ഭംഗിം ഹെ ഡേഠ ഹെ എന്ന് പറഞ്ഞാൽ നല്ല ഷേപ്പിനിങ്ങനെ വളഞ്ഞ അവളുടെ ആ ഒരു കണ്ണുകൾ. മൂന്തേരഹി, അപ്പോഴും അടച്ചു തന്നെ പിടിച്ചു. മൂന്തിന അടച്ചു പിടിക്കുക, അപ്പോഴും അവൾ അടച്ചു തന്നെ പിടിച്ചു. അവൻ്റെ വരവ് അവൾ അറിഞ്ഞിട്ടേ ഇല്ല. അപ്പോഴും അവളുടെ ആ വിശാലമായ കണ്ണുകൾ അവൾ അടച്ചു പിടിച്ചിരിക്കുകയാണ്. കിംവാ, കിംവാ എന്ന് വെച്ചാൽ അഥവാ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം എന്നാണ്. അഥവാ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, മത്വാലി ഥി യൗവൻ കി മദിരാ പിയെ. അപ്പോൾ ഒന്നുകിൽ അവൾ നല്ല ഉറക്കത്തിലായിരുന്നു, അല്ലെങ്കിൽ അവൾ മത്വാലി ഥി, അവൾ ആ ഒരു ലഹരിയിലായിരുന്നു. മത്വാലി എന്ന് പറഞ്ഞാൽ ഭ്രാന്തമായ ഉന്മാദത്തിൻ്റെ ആ ഒരു അവസ്ഥയിലായിരുന്നു. എന്തുന്മാദമാണ്? യൗവൻ കി മദിര എന്ന് പറഞ്ഞാൽ മദ്യമാണ്, ലഹരിയാണ് മദിര എന്ന് പറയുന്നത്. അപ്പോൾ യൗവനമാകുന്ന ലഹരിയിൽ മയങ്ങി അവൾ അങ്ങനെ ഉറങ്ങുകയായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഒന്നുകിൽ അവൾ ഉറങ്ങുകയായിരുന്നു, അഥവാ അതല്ലെങ്കിൽ അവൾ ആ ഒരു ഭ്രാന്തമായ ഉറക്കത്തിലായിരുന്നു. അതായത് യൗവനത്തിൻ്റെ ആ ഒരു ഉന്മാദാവസ്ഥയിൽ, ആ ഒരു ലഹരിയിൽ സ്വയം മറന്നവൾ ഉറങ്ങുകയായിരുന്നു എന്ന് പറയേണ്ടി വരും. കോന് കഹേ, ആർക്കറിയാം ഇതിൽ എന്താണ് ശരിയെന്ന്? അതായത് അവൾ ആ യൗവനത്തിൻ്റെ ഉന്മാദാവസ്ഥയിലാണോ അതോ ശരിക്കും ഉറക്കത്തിലാണോ? ആർക്കറിയാം? കിസ്കോ പത്താ, ആർക്കറിയാം? കോന് കഹേ. പിന്നെ നായകന് ക്ഷമയുണ്ടായില്ല. അവളെ കണ്ട മാത്രയിൽ അവളിലേക്ക് ലയിച്ചു ചേരാനാണ് അവൻ ആഗ്രഹിച്ചത്. ഉസ്നെ ക്യാ കിയാ, നിർദ്ദയ ഉസ് നായകനെ ഉസ്കെ സാത്ത് നിർദ്ദയതാക്കി. പിന്നെ അവൾ ഉണരാനൊന്നും അവൻ കാത്തു നിന്നില്ല എന്നാണ്. നിർദ്ദയപൂർണം എന്ന് വെച്ചാൽ ഒരു ദയവുമില്ലാതെ ആ നായകൻ നിപട്ട് നിഠുരായി കീന്ന്. നിപട്ട് നിഠുരായി എന്ന് പറഞ്ഞാൽ നിരീനിഷ്ഠുരതാക്കി, അല്ലെങ്കിൽ പക്ക ദയവില്ലായ്മ കാട്ടിയെന്നാണ്. പറഞ്ഞാൽ പൂർണ്ണമായും ദയവില്ലാതെ അവളോട് എന്ത് ചെയ്തു എന്നാണ്? ചോങ്കോങ്കി ജഡിയോസെ, ശക്തമായി കാറ്റ് വീശിക്കൊണ്ട്. ചോങ്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ശക്തമായ കാറ്റ് വീശലിനെയാണ് ആ ചോങ്ക എന്ന് പറയുന്നത്. ഓരോ കാറ്റിൻ്റെ ആ ഒരു തിരതള്ളലാണ്. അപ്പോൾ ചോങ്കോങ്കി ജഡിയോസെ, അപ്പോൾ ആ കാറ്റ് വീശിക്കൊണ്ട്, ചോങ്കോങ്കി ആഞ്ഞടിച്ചുകൊണ്ട്, അതാണ് ചോങ്കോങ്കി ജഡി എന്ന് പറഞ്ഞാൽ ആഞ്ഞടിച്ചുകൊണ്ട് അവളുടെ ശരീരത്തെ, ഉസ്കെ സുകുമാര ദേഹുക്കോ, അവളുടെ സുന്ദരമായ സുകുമാരപൂർണമായ ദേഹത്തെ, സൗന്ദര്യപൂർണമായ, സുകുമാർ എന്ന് പറഞ്ഞാൽ മനോഹരമായ അവളുടെ ശരീരത്തെ ചക്കുജോർ ഡാലി, ചക്കുജോർന എന്ന് പറഞ്ഞാൽ ഇളക്കി മറിക്കുക എന്നാണ്. അപ്പോൾ വീണ്ടും വീണ്ടും ശക്തിയായി ആ പൂവിലേക്ക് കാറ്റ് വീശി എന്നാണ് അവിടുത്തെ ഒരു സംഭവം അതാണ്. പക്ഷേ കവി അതിനെ വളരെ മനോഹരമായി കാവ്യാത്മകമായി അവതരിപ്പിച്ചിരിക്കുന്ന എന്താണ്? തൻ്റെ ശക്തമായ ചോങ്കോങ്കി ജഡിയോസെ ഉസ്കെ സുകുമാര ദേഹുക്കോ, അവളുടെ മനോഹരമായ ശരീരത്തെ ഇളക്കി മറിച്ചു. ചക്ചോർ ഡാലി എന്ന് പറഞ്ഞാൽ കാറ്റ് വീശിക്കൊണ്ട് ആ ശരീരത്തെ അവൻ ഇളക്കി മറിച്ചു. ഒരു ദയവും കാട്ടിയില്ല, നിർദ്ദയതാക്കി എന്നാണ്. ഒരു ദയവും കാട്ടിയില്ല, അവൾക്ക് വേദനിക്കുമെന്ന് ചിന്തിച്ചില്ല. മസൽ ദിയേ എന്ന് പറഞ്ഞാൽ അവളുടെ എന്താണ്? ഗോരെ കപ്പോല് ഗോല് മസൽ ദിയേ എന്നാണ്. അവളുടെ ഗോരെ വെളുത്ത, അല്ലെങ്കിൽ ഗോല് എന്ന് പറഞ്ഞാൽ വട്ടത്തിലുള്ള നല്ല ഉരുണ്ട, കപ്പോലുക്കോ കവിൾത്തടങ്ങളെ, അവളുടെ വെളുത്ത് ഉരുണ്ട കവിൾത്തടങ്ങളെ മസൽ ദിയേ കശക്കി കളഞ്ഞു എന്ന്, കശക്കി കളഞ്ഞു, അല്ലെങ്കിൽ എന്താണ്? മസൽന എന്ന് പറയുന്നതാണ്, നമ്മൾ ഞെരടിക്കളയുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പോൾ അത്രയുമായപ്പോൾ ചോങ്ക് പടി യുവതി, ആ യുവതി ഞെട്ടി ഉണർന്നു. എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ അത്രയുമായപ്പോൾ ആ യുവതി ഞെട്ടി ഉണർന്നു. ഇവിടെ യുവതി ആരാണ്? യുവതി ജൂഹി കലിയാണ്.
ആ പൂവുണർന്നു. അതായത് ശക്തിയായി കാറ്റ് വീശിയപ്പോൾ പൂവുണർന്നു, വിടർന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? ചക്കിത്ത് ചിത്തുവൻ, ചക്കിത്ത് ഹോക്കർ എന്ന് പറഞ്ഞാൽ ആശ്ചര്യചകിതയായി, അത്ഭുതത്തോടെ, തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ, അപ്നെ ചിത്തുവനുക്കോ, ചിത്തുവൻ എന്ന് പറഞ്ഞാൽ അപ്നി ചെഹര, മുഖമാണ്, തൻ്റെ മുഖം, നിജ് ചിത്തുവൻ എന്ന് പറഞ്ഞാൽ തൻ്റെ മുഖം, ചാരോ മോർ ഭേർ, 4 പാടും ഇങ്ങനെ തിരിച്ചുകൊണ്ട്, തൻ്റെ മുഖം 4 പാടും പായിച്ചുകൊണ്ട്, ഇതെന്താണ് എന്ന് പറഞ്ഞ് 4 പാടും നോക്കിക്കൊണ്ട്, ഹേർ പ്യാരെ കോ സേജ് പാസ്, അപ്നെ സേജ് കെ പാസ്, തൻ്റെ സേജ് എന്ന് പറഞ്ഞാൽ കിടക്കയാണ്, തൻ്റെ കിടക്കയ്ക്കരികിലായി, അപ്നെ പ്യാരെ കോ ഹേർ കർ, അപ്നെ പ്യാരെ കോ ദേഖ് കർ, തൻ്റെ പ്യാര, തൻ്റെ പ്രിയതമനെ ഹേർ കർ ദേഖ് കർ, തൻ്റെ പ്രിയതമൻ തൻ്റെ സേജ് കെ പാസ് ഖടാ ഹേ ദേഖ് കർ, തൻ്റെ കിടക്കയ്ക്കരികിലായി തൻ്റെ പ്രിയതമൻ നിൽക്കുന്നത് കണ്ടപ്പോൾ, ആദ്യം അവൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ഞെട്ടി ഉണർന്നപ്പോൾ ചുറ്റുപാടും നോക്കിയപ്പോൾ കണ്ടത് തൻ്റെ പ്രിയതമനെയാണ്. അപ്പോൾ അവളുടെ എക്സ്പ്രഷൻ എന്താണ്? നമ്ര മുഖ് ഹസി ഖിലി, നമ്രമുഖ് എന്നുള്ളത് നമ്രമുഖി എന്നാണ്, ടെക്സ്റ്റിൽ നമ്രമുഖി എന്നാണ്, നമ്രമുഖി എന്ന് തന്നെയാണ് വായിക്കേണ്ടതും. നമ്രമുഖി എന്ന് പറഞ്ഞാൽ എന്താണ്? ലജ്ജാവതിയായവൾ എന്ന് പറഞ്ഞാൽ മുഖം നമ്രമാക്കിയവൾ. നമ്രകർണ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖം കുനിച്ചുകൊണ്ട്, അതായത് ലജ്ജയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ നമ്രമുഖി, ആ ലജ്ജാവതിയായ പെൺകുട്ടി, അതായത് ആ മുല്ലപ്പൂവ്, ഖിലി ഹസി, വിടർന്ന് ചിരിച്ചു. ഖിലി എന്ന് പറഞ്ഞാൽ വിടർന്നു, ഹസി ചിരിച്ചു. ആ പൂവ് ഇങ്ങനെ വിടർന്ന് ചിരിച്ചു എന്നുവെച്ചാൽ അവൾ വളരെ അവനെ കണ്ട് വളരെയധികം സന്തോഷിച്ചു എന്നാണ്. और क्या किया? खेल रंग प्यारे संग, अपने प्यारे के साथ, प्यारे के संग എന്ന് പറഞ്ഞാൽ സാത്ത് എന്നാണ്. अपने प्यारे के साथ, തൻ്റെ പ്രിയതമനൊപ്പം, അതായത് തൻ്റെ പ്രിയതമനായ പവൻ കെ സാത്ത് രംഗ് ഖേല എന്ന് പറഞ്ഞാൽ പ്രണയ ലീലകളിൽ ഏർപ്പെട്ടു എന്നാണ്. ഖേൽ കളികളാണ്. അപ്പോൾ പ്രണയ ലീലകളിൽ പ്രണയത്തിൻ്റെ ആ രംഗമേം ഡൂബുകയ എന്ന് വെച്ചാൽ പ്രണയ ആതുരരായി അവർ, അല്ലെങ്കിൽ പ്രണയലീലകളിൽ അവർ ഏർപ്പെടുകയാണ് പിന്നീട് ഉണ്ടായത്. അപ്പോൾ അവിടെ ആ റൊമാൻസിൻ്റെ ഒരു അതിപ്രസരം അവിടെ ആ കവിതയ്ക്കുണ്ട് എന്ന് അന്നത്തെ കാലത്ത് ചെറിയൊരു വിമർശനം ഉയർത്തിയ കവിത കൂടിയാണത്. അപ്പോൾ എന്ന് വെച്ചാൽ പ്രണയത്തിൻ്റെ ഒരു എക്സ്ട്രീം കാണിച്ചിരിക്കുന്നു എന്ന ഒരു പ്രത്യേകത ഈ കവിതയ്ക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ നായകനായും നായികയായും കൊണ്ടുവന്നിരിക്കുന്ന പ്രതീകങ്ങൾ, ഒന്ന് നായികയായി ജൂഹി കി കലിയാണ്, നായകനായിട്ട് പവനാണ്. പവൻ അഥവാ മലയാനിൽ, മലയപർവ്വതത്തിൽ നിന്ന് വരുന്ന കാറ്റിനെയാണ് നായകനായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ എന്താണ്, ഈ ജൂഹി കി കലി और पवन के माध्यम से नायक और नायिका के यानी स्त्री और पुरुष के ശൃംഗാര ചേഷ്ടാംഗ വർണ്ണൻ കിया है. അപ്പോൾ ശൃംഗാര വർണ്ണനയാണ് നമ്മുടെ ആ കവിതയുടെ അവസാന വരികളിൽ ഒരു നമ്മൾ കാണുന്നത് എന്താണ്, അവരുടെ ഒരു ശൃംഗാരത്തിൻ്റെ ഒരു അതിപ്രസരം എന്ന് ഒരു വിമർശനമുണ്ടായ കവിത കൂടിയാണത്. അപ്പോൾ दोनों के श्रृंगार चेष्टांग वर्णन हम देख सकते हैं. वसंत ऋतु की रात्रि है और अत्यधिक उन्माद भरा यानी मादक भरा वातावरण है, और जूही की कली की शरीर जो है वो बहुत शिथिल है और पवित्र है, और लेटी हुई मुद्रा में है, वो सो रही है. और कवि कह रहे हैं कि नायिका का चित्रण, जिस नायिका का चित्रण इसमें किया गया है वो विरहिणी नायिका है. തൻ്റെ പ്രിയതമനെ പിരിഞ്ഞിരിക്കുന്ന നായികയായിട്ടാണ് ഇതിൽ കവി जूही की कलिയെ കാണിച്ചിരിക്കുന്നത്. और उसके शरीर में यौवन की छवि है, यौवनग्रस्तയാണ് അവൾ. और उसके शरीर कोमल है, वो कोमलांगी है, വളരെ സോഫ്റ്റ് ആയ ശരീരമുള്ളവളാണ്. वो അതിസുന്ദർ है, വളരെ സുന്ദരിയാണ്. और उसकी पलकें जो है वो भंगिम है, बंद है, മൂന്തി हुई है, അവളുടെ കണ്ണുകൾ ഇങ്ങനെ അടച്ച് അവൾ ഉറങ്ങുകയാണ്. വളരെ വിശാലമായ നേത്രങ്ങളാണ് അവൾക്കുള്ളത്. और अलसाया हुआ शरीर है, വളരെ ആലസ്യത്തിൽ അവൾ അങ്ങനെ ഉറങ്ങുകയാണ്. और इस समय उसका जो नायक है पवन, वो उसके साथ नहीं है, वो विदेश चला गया है. അവളുടെ നായകനായ കാറ്റ് അവളുടെ ഒപ്പമില്ല, അവൻ വിദേശത്ത് പോയിരിക്കുകയാണ്. और एक उस मादक वातावरण में नायक पवन को अपनी प्रियतमा की याद उसे आ रहा है, തൻ്റെ പ്രിയതമയുടെ ഓർമ്മ വരികയാണ്. और वो क्या कर रहा है, उस चांदनी रात में उपवन सर सरिता गहन गिरी कानन लता पुंजों को पार कर अपनी नायिका से मिलने के लिए, उसके साथ प्रणय लीलाओं में उन्मुख होने के लिए वो दौड़कर आ रहा है. और जब वो आता है तो देखता है कि नायिका सो रही है. तो उसने क्या किया, उसके कपोल को झूम लिया. इस पर नायिका जागती नहीं है तो उसने क्या किया, उस नायक ने उसके साथ निर्दयता
എന്ന് പറയുന്നുണ്ട് അല്ലേ. നിർദ്ദയമായിട്ട് അവളോട് പെരുമാറണം എന്ന് പറഞ്ഞാൽ അവളുടെ ശരീരത്തിലേക്ക് അവൻ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള ലെവലിലാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ചോങ്കോं की झड़ियों से सुंदर उसके सुंदर सुकुमार शरीर को झकझोर डाली और उसके गोरे कपोल को उसने मसल भी दिया. इतने में वो युवती यानी ജുഹ്കി കലി चौंक कर जाग उठती है. ഞെട്ടിത്തെറിച്ചവൾ ഉണരുന്നുണ്ട് ആ സമയത്ത്. और मेरे साथ क्या हो रहा है ऐसा सोचते हुए, എനിക്ക് എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് वो चारों ओर देख रही है, നാലുപാടും നോക്കുകയാണ് അവൾ. तो उसने अपने प्रियतम को अपने सेज के पास देखा. തൻ്റെ പ്രിയതമനെ തൻ്റെ കട്ടിലിൻ്റെ അടുത്ത് അവൾ കാണുകയാണ്. तो वो बहुत प्रसन्न हो जाती है नायिका और वो नम्रमुखी हो जाती है, लज्जाशील हो जाती है और खिलकर वो हंसती है और दोनों के बीच प्रणय लीलाएं शुरू हो जाती है. അപ്പോൾ ഇതാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഛായാവാദി കവിതയുടെ എല്ലാ സ്വഭാവങ്ങളുമുള്ളൊരു കവിതയാണിത്. അതായത് പ്രണയം, സൗന്ദര്യവർണ്ണന, പ്രകൃതി വർണ്ണന, അങ്ങനെ എല്ലാം ഒത്ത് ചേർന്ന ഒരു കവിത, അതിമനോഹരമായൊരു കവിത. ജുഹ്കി കലി കവിത അവിടെ കഴിയാണ്.